ആസിഡ് സ്ട്രെങ്ത് ഓഫ് കാർബോക്സിലിക് ആസിഡ് അല്ലേ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. RCOOH അല്ലേ കാർബോക്സിലിക് ആസിഡ്. ഇതിലെ H+ വാട്ടറിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? RCOOH gives, പറയൂ, RCOOH gives എന്താ കിട്ടുക? RCOO minus plus H3O plus. RCOO minus plus H3O plus. അപ്പോൾ Ka വാല്യൂ Ka ഈക്വൽ ടു എഴുതിക്കോ എല്ലാവരും. RCOOH plus H2O gives, എഴുതിയോ? RCOOH plus H2O gives RCOO minus plus H3O plus. Ka equal to concentration of RCOO minus into concentration of H3O plus divided by concentration of RCOOH. H2O എഴുതണ്ട, H2O ലാർജ് എക്സസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താ K കിട്ടിയത്? K ഈക്വൽ ടു, K എന്ന് പറഞ്ഞാൽ അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്, RCOO മൈനസ് ഇൻറ്റു H3O പ്ലസ് ഡിവൈഡഡ് ബൈ RCOOH. നമ്മൾ ഫിനോളിൻ്റെ ആസിഡ് സ്ട്രെങ്ത് പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, K വാല്യൂ കൂടുന്തോറും ആസിഡ് സ്ട്രെങ്ത് കൂടും. K വാല്യൂ കൂടണമെങ്കിൽ ഈ കാർബോക്സിലേറ്റ് ആനയോൺ RCOO മൈനസിൻ്റെ സ്റ്റെബിലിറ്റി കൂടണം. ഓക്കെ, അപ്പോൾ ഹയർ ദി Ka വാല്യൂ സ്ട്രോങ്ങർ ദി ആസിഡ് എഴുതുക. ഹയർ ദി Ka വാല്യൂ സ്ട്രോങ്ങർ ദി ആസിഡ്. ഹയർ ദി Ka വാല്യൂ സ്ട്രോങ്ങർ ദി ആസിഡ്. ഓക്കെ, ഹയർ ദി Ka വാല്യൂ സ്ട്രോങ്ങർ ദി ആസിഡ് മതിയോ? ഇനി Ka ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനെയാണ്? കാർബോക്സിലേറ്റ് ആനയോണിൻ്റെ സ്റ്റെബിലിറ്റി കേട്ടോ. അപ്പോൾ എന്താ പറയാൻ പറ്റും? അപ്പോൾ കാർബോക്സിലിക് ആസിഡിൻ്റെ ആസിഡ് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഫാക്ടർ സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്സിലേറ്റ് ആനയോണാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എഴുതിയത് ഹയർ ദി Ka വാല്യൂ സ്ട്രോങ്ങർ ദി ആസിഡ് എന്നല്ല എഴുതിയിട്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്സിലേറ്റ് ആനയോൺ. എഴുതിച്ചേ, ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് കാർബോക്സിലിക് ആസിഡ്, ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് കാർബോക്സിലിക് ആസിഡ്, the acid strength of carboxylic acid directly proportional to stability of carboxylate anion. The acid strength of carboxylic acid directly proportional to stability of carboxylate anion. ഇതില്ലേ, acid strength of carboxylic acid directly proportional to stability of carboxylate anion. Okay, ഇനി carboxylate anion is stabilized by resonance. അതും കൂടി എഴുതിക്കോ. The carboxylate anion is stabilized by resonance. The carboxylate anion is stabilized by resonance. നോക്കുക, കാർബോക്സിലേറ്റ് ആനിയോൺ എങ്ങനെയാണ് റെസൊണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്തത്? RC ഡബിൾ ബോണ്ടോ O മൈനസ് അല്ലേ കാർബോക്സിലേറ്റ് ആനിയോൺ? O മൈനസ് പറയുമ്പോൾ എത്ര ലോൺ പെയർ ഉണ്ടാവും? 3. അപ്പോൾ 3 ലോൺ പെയർ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലോൺ പെയർ നേരെ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ പൈ ഇലക്ട്രോൺ നേരെ ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇത് ഡെൽറ്റ പ്ലസ്, ഇതോ ഡെൽറ്റ മൈനസ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും പറ? യെസ്, RC സിംഗിൾ ബോണ്ട് O മൈനസ് ഡബിൾ ബോണ്ടോ ഇങ്ങനെ ഇട്ടൂലേ? ഇനി അത് തിരിച്ച് ഇതായി മാറുകയും ചെയ്യും. ഇത് രണ്ട് ഈക്വലൻ്റ് സ്ട്രക്ചറാണ്. ക്ലിയർ ആയോ? ഇത്തിരി മനസ്സിലായോ? അപ്പോൾ കാർബോക്സിലേറ്റ് ആനിയോൺ റെസൊണൻസ് വഴി സ്റ്റെബിലൈസ് ചെയ്യുന്നതെന്ന് കാണിച്ചാൽ RC ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ടോ O മൈനസ്, ഇവിടെ ഡെൽറ്റ പ്ലസ് ഉണ്ട്, ഇവിടെ ഡെൽറ്റ മൈനസ് ഉണ്ട്. അപ്പോൾ ഈ ലോൺ പെയർ ഓക്സിജനിലെ O മൈനസിലെ ലോൺ പെയർ കാർബൺ ഓക്സിജൻ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, എറോ മാർക്ക് ഇട്ട് കാണിക്കുക. എന്നിട്ട് ആ കാർബൺ ഓക്സിജൻ പൈ ബോണ്ടില്ലേ അത് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കാണിക്കുക. അപ്പോൾ RC ഡബിൾ ബോണ്ടോ O മൈനസ് ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ? ഇനി നമ്മൾ പറയേണ്ടത് പിന്നെ യെസ്, കാർബോക്സിലിക് ആസിഡിൻ്റെ സ്ട്രെങ്ത്തിനാണ് ഫിനോളിൻ്റെ ആസിഡ് സ്ട്രെങ്ത്തുമായി കമ്പയർ ചെയ്യുക. ഫിനോളിൻ്റെ ആസിഡ് സ്ട്രെങ്ത്തുമായി കമ്പയർ ചെയ്യുമ്പോൾ നോക്കുക, ഫിനോക്സൈഡ് അയോണാണോ കൂടുതൽ സ്റ്റേബിൾ, കാർബോക്സിലേറ്റ് ആനയോണാണോ കൂടുതൽ സ്റ്റേബിൾ ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇവിടെ വരക്കുന്നുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചത്. ഫിനോക്സൈഡ് അയോൺ ഇതല്ലേ, ഈ ലോൺ പെയർ നേരെ ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്ത് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക പറഞ്ഞേ? ബെൻസീൻ റിങ് പറയൂ, ഡബിൾ ബോണ്ടോ ഇവിടെ മൈനസ്, ഡബിൾ ബോണ്ട്. ഇനി ഇത് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇത് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക പറഞ്ഞേ? ബെൻസീൻ റിങ് ഇവിടെ ഡബിൾ ബോണ്ടോ, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ മൈനസ്, ഇവിടെ ഡബിൾ ബോണ്ട്. ശരിയല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഇത് ഇവിടത്തേക്ക് കിട്ടും. അപ്പോൾ എന്താ കിട്ടുക പറഞ്ഞോളൂ? ഡബിൾ ബോണ്ടോ ഇവിടെ മൈനസ്, ഡബിൾ ബോണ്ട്. ശരിയല്ലേ? വീണ്ടും ഒരു സ്ട്രക്ചറും കൂടെ വരക്കാൻ പറ്റും. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക പറഞ്ഞേ? യെസ്, സിംഗിൾ ബോണ്ട് O മൈനസ്, ഡബിൾ ബോണ്ട് അല്ലേ? ഇങ്ങനെ കിട്ടും. അപ്പോൾ റെസൊണൻസ് സ്ട്രക്ചറിൻ്റെ എണ്ണം കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്ര
5 സ്ട്രക്ചർ ഉണ്ടായിക്കോട്ടെ, ഇവിടെ റെസണൻസ് ഡീലോക്കലൈസേഷൻ നടക്കുന്നത് ഓക്സിജൻ തമ്മിലല്ലേ നോക്കിയേ. ഇവിടെ മൈനസ് ഓക്സിജൻ, ഇവിടെ മൈനസ് ഓക്സിജൻ, ഇവിടെ മൈനസ് ചാർജ് ആർക്കാണ് കിട്ടുന്നത്? കാർബൺ. അപ്പോൾ ഈ കറക്കം ആര് തമ്മിലാണ്? ഓക്സിജൻ്റെ ലോൺ പെയറും ഈ കാർബണും തമ്മില്ലേ കറക്കം. അപ്പോൾ അങ്ങനെ അത് കാർബൺ ലെസ് ഇലക്ട്രോ നെഗറ്റീവാണ് ഇതിനേക്കാൾ, ഓക്സിജനേക്കാൾ. അപ്പോൾ കാർബണിൽ മൈനസ് ഉള്ളതാണോ കൂടുതൽ സ്റ്റേബിൾ, ഓക്സിജൻ മൈനസ് ഉള്ളതാണോ? ഓക്സിജനിൽ മൈനസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ട്രക്ചർ കിട്ടിയിട്ട് കാര്യമില്ല, ഇത് തല്ലിപ്പൊളി കറക്കാണ്. കാരണം ഓക്സിജൻ അതേ ഐഡൻറ്റിക്കലായിട്ടുള്ള ഒരാറ്റമായ ഓക്സിജനുമായിട്ട് കറങ്ങുമ്പോൾ പ്രശ്നമില്ല, അത് വേറെ ആറ്റം വേറെ ഒന്നിൻ്റെ കൂടെ കറങ്ങുമ്പോഴല്ലേ അത് പ്രശ്നം വരിക. മനസ്സിലായോ? അപ്പോൾ ഈ കറക്കം നല്ല കറക്കാണ് കണ്ടാൽ, പക്ഷേ തല്ലിപ്പൊളി കറക്കാണ്. മനസ്സിലായോ? അപ്പോൾ ഏതാണ് കൂടുതൽ സ്റ്റേബിൾ? ഫിനോക്സൈഡ് ആണോ കൂടുതൽ സ്റ്റേബിൾ? കാർബോക്സിലേറ്റ് ആനിയോണാണോ? കാർബോക്സിലേറ്റ് ആനിയോൺ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബോക്സിലിക് ആസിഡാണ് കൂടുതൽ അസിഡിക് ഏതിനേക്കാൾ? ഫിനോളിനേക്കാൾ. കിട്ടോ? അപ്പോൾ ഒന്ന് എല്ലാവരും എഴുതിയേ. Carboxylic acid is more acidic than phenol. 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 This is because in carboxylate anion the delocalization takes place between oxygen atom. The delocalization takes place between oxygen atom. In phenoxide ion, the delocalization takes place between oxygen and less electronegative carbon. Therefore carboxylate anion is more stable than phenoxide ion. Carboxylate anion is more stable than phenoxide, PHNOXide. Carboxylate anion is more stable than phenoxide ion. Okay, ഈ രണ്ട് റെസൊണൻസ് ഡീലോക്കലൈസേഷൻ വരക്കണം കേട്ടോ. ഓക്കെ, ഇനി എഴുതുക. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആസിഡ് സ്ട്രെങ്ത് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ കണ്ടു R-C ഡബിൾ ബോണ്ടോ സിംഗിൾ ബോണ്ട് O മൈനസ്, ഈ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസ് അല്ലേ കാർബണിൽ കാർബൺ, ഈ ലോൺ പെയർ ഓക്സിജൻ ലോൺ പെയർ ഈ കാർബണിൽ ഷിഫ്റ്റ് ചെയ്യാൻ കാരണം ഈ കാർബണിൽ ഡെൽറ്റ പ്ലസ് ഉണ്ടായതുകൊണ്ടല്ലേ. അപ്പോൾ ഈ ആൽക്കൈൽ ഗ്രൂപ്പ്, ഈ R ഗ്രൂപ്പ് ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലസ് ചാർജ് കുറയോ കൂടുമോ? കുറയും. പ്ലസ് ചാർജ് കൂടും. ഈ R ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണെങ്കിൽ ഇവിടത്തേക്ക് ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ ഈ പ്ലസ് ചാർജ് കുറയും. പ്ലസ് ചാർജ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരാനുള്ള ടെൻഡൻസി കുറയില്ല. ആ പ്ലസ് ചാർജിനെ കണ്ടിട്ടല്ലേ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ റെസൊണൻസ് സ്റ്റെബിലിറ്റി കുറയും. മനസ്സിലായോ? അതിൻ്റെ സ്റ്റെബിലൈസേഷൻ കുറയും. അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് കുറയും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ പറയുക, ഗ്രൂപ്പ്സ് വിത്ത് പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്താണ്, ഡീസ്റ്റെബിലൈസ് ദി കാർബോക്സിലേറ്റ് ആനിയോൺ ബൈ റെസൊണൻസ് അല്ലേ? ചോദിച്ചേ, ഗ്രൂപ്പ്സ് വിത്ത് പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് destabilize the carboxylate anion. Groups with positive inductive effect destabilize the carboxylate anion by resonance. And decreases the acid strength. ഗ്രൂപ്പ്സ് വിത്ത് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. അപ്പോൾ നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണെങ്കിലോ അത് ഇലക്ട്രോൺ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഈ ഡെൽറ്റ പ്ലസ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഈ ലോൺ പെയർ ഇലക്ട്രോണിന് കാർബണിലേക്ക് വരാനുള്ള ടെൻഡൻസി കൂടും. മനസ്സിലായോ? പ്ലസിനെ കണ്ടിട്ടില്ലേ അങ്ങോട്ട് പോണേ. അപ്പോൾ നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഏത് സ്റ്റെബിലിറ്റി കൂടും കേട്ടോ. ഗ്രൂപ്പ്സ് വിത്ത് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ബ്രാക്കറ്റിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ്. ഗ്രൂപ്പ്സ് വിത്ത് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ബ്രാക്കറ്റിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് എഴുതിയോ? ഗ്രൂപ്പ്സ് വിത്ത് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ബ്രാക്കറ്റിൽ
ഗ്രൂപ്പ്സ് വിത്ത് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ബ്രാക്കറ്റിൽ എന്ത് എഴുതുക ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ്. സ്റ്റെബിലൈസ് ദി കാർബോക്സിലേറ്റ് ആനിയോൺ by resonance and increases the acid strength. Stabilize the carboxylate anion by resonance and increases the acid strength. Stabilize the carboxylate anion by resonance and increases the acid strength. Okay, increases the acid strength. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് നോക്കാം. ഫോമിക് ആസിഡ് HCOOH ആണ് ഫോമിക് ആസിഡ്, കേട്ടില്ലേ? അതുപോലെ തന്നെ ഇത് CH3COOH ആണ് അസറ്റിക് ആസിഡ്. ഇനി CH3CH2COOH ആണ് ഇത് പ്രൊപ്പനോയിക് ആസിഡ്. നിങ്ങൾക്ക് തന്നെ അറിയാം എച്ചിന് പ്ലസ് ഐ ഇഫക്റ്റും മൈനസ് ഐ ഇഫക്റ്റും ഒന്നുമില്ല. CH3ക്ക് എന്ത് എഫക്റ്റാണ്? പ്ലസ് ഐ ഇഫക്റ്റ് ആണ് അല്ലേ? CH3ക്ക് എന്ത് എഫക്റ്റാണ് പറ? പ്ലസ് ഐ ഇഫക്റ്റ്. അപ്പോൾ CH3CH2നും എന്ത് എഫക്റ്റാണ്? പ്ലസ് ഐ ഇഫക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ ഏതാണ് HC ഡബിൾ ബോണ്ടോ O മൈനസ് ഉണ്ട്, CH3C ഡബിൾ ബോണ്ടോ O മൈനസ് ഉണ്ട്, പിന്നെയോ CH3CH2 C ഡബിൾ ബോണ്ടോ O മൈനസ്. ഈ മൂന്നിൻ്റെ സ്റ്റെബിലിറ്റി അല്ലേ നോക്കേണ്ടത്. ഈ CH3CH2ന് പ്ലസ് ഐ ഇഫക്റ്റ് പ്ലസ് ഐ ആണ്, അതിനേക്കാൾ കുറച്ച് കുറവാണ് C3ക്ക്. അപ്പോൾ ഞാൻ 2 എറോ മാർക്ക് എഴുതിയിട്ടുണ്ട്, ഇവിടെ 1 എറോ മാർക്ക് എഴുതിയിട്ടുണ്ട് പ്ലസ് ഐ ഇഫക്റ്റ്. മനസ്സിലായോ? ഇവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ലെസ് സ്റ്റേബിൾ ഇതാണ്. അതിൻ്റെ അർത്ഥം കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും കാർബോക്സിലേറ്റ് ആനിയോണിൻ്റെ റെസൊണൻസ് സ്റ്റെബിലിറ്റി കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ആ സിസ്റ്റം കുറയും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം stability of carboxylate anion decreases. Stability of carboxylate anion decreases due to increase in plus I effect of alkyl group. Stability of carboxylate anion decreases due to increase in plus I effect of alkyl group. Hence acid strength decreases with the increase in number of carbon atom. Hence acid strength decreases with the increase in number of carbon atom. Acid strength decreases with the increase in number of carbon atom. അപ്പോൾ അതായത് ഫോമിക് ആസിഡ് ഗ്രേറ്റർ ദാൻ അസറ്റിക് ആസിഡ് ഗ്രേറ്റർ ദാൻ പ്രൊപ്പനോയിക് ആസിഡ്. ഫോമിക് ആസിഡ് ഗ്രേറ്റർ ദാൻ അസറ്റിക് ആസിഡ് ഗ്രേറ്റർ ദാൻ പ്രൊപ്പനോയിക് ആസിഡ്. അതിന് റീസൺ എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്സിലേറ്റ് ആനിയോൺ അല്ലേ? സ്റ്റെബിലിറ്റി ഓഫ് ആനിയോൺ എന്ന് എഴുതിയാൽ മതി, കാർബോക്സിലേറ്റ് ആനിയോൺ. മനസ്സിലായോ? ഇതിനാ കൂടുതൽ, പിന്നെ ഇത്, പിന്നെ അത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഫോമിക് ആസിഡാണോ അസറ്റിക് ആസിഡാണോ കൂടുതൽ ആസിഡ് സ്ട്രെങ്ത്? ഫോമിക് ആസിഡ്. അസറ്റിക് ആസിഡാണോ പ്രൊപ്പനോയിക് ആസിഡാണോ? അസറ്റിക് ആസിഡ്. ഇത്രയും മനസ്സിലായോ? ഇനി പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു ഇതാണ് അസറ്റിക് ആസിഡ് CH3COOH അല്ലേ? അസറ്റിക് ആസിഡ് CH3COOH ആണ്. അതുപോലെ തന്നെ ക്ലോറോ അസറ്റിക് ആസിഡ് പറഞ്ഞാലോ? ക്ലോറോ അസറ്റിക് ആസിഡ് CH2ClCOOH. ഒരു ക്വസ്റ്റ്യൻ ഇരിക്കോ, അസറ്റിക് ആസിഡ് ഓർ ക്ലോറോ അസറ്റിക് ആസിഡ്? അസറ്റിക് ആസിഡ് ബ്രാക്കറ്റിൽ C3COOH, അസറ്റിക് ആസിഡ് ബ്രാക്കറ്റിൽ CH3COOH ഓർ ക്ലോറോ അസറ്റിക് ആസിഡ് ClCH2COOH which is more acidic and why? അപ്പോൾ ആൻസർ പറയുമ്പോൾ നമുക്കറിയാം ഈ ക്ലോറിന് മൈനസ് ഐ ഇഫക്റ്റ് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ നോക്കുക, ഇവിടെ CH2ClCOOH ആണ്. അപ്പോൾ CH3COOHൻ്റെ ആനിയോൺ C3C ഡബിൾ ബോണ്ടോ O മൈനസ് ആണ് കേട്ടോ. എന്നാൽ CH2Cl പിന്നെയോ C ഡബിൾ ബോണ്ടോ O മൈനസ് അല്ലേ? അപ്പോൾ ഈ ക്ലോറിന് എന്ത് എഫക്റ്റാണ്? ക്ലോറിന് നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ നെഗറ്റീവ് ഇൻഡക്റ്റിവിറ്റി. അങ്ങനെയാണെങ്കിൽ ഏതിന് ആസച്ച് ഈ CH2Cl മൊത്തം എന്തായി? മൈനസ് ഐ ഇഫക്റ്റായി. ക്ലിയർ ആയോ? ഞാൻ 2 എറോ മാർക്ക് ഇങ്ങോട്ട് കാണിക്കുമ്പോൾ 1 എറോ മാർക്ക് ഇവിടെ കാണിച്ചു, അത്രയേ ഉള്ളൂ. കാരണം ഈ ക്ലോറിൻ നേരിട്ട് കണക്ട് ചെയ്യുന്ന ആസിഡ് ഇല്ല, അപ്പോൾ CH2Cl ഉണ്ട്. അപ്പോൾ ഇത് മൈനസ് ഐ ഇഫക്റ്റ് ആണ്. അപ്പോൾ CH2Cl ആസച്ച് മൈനസ് ഐ ഇഫക്റ്റ് അല്ലേ? ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ആണ്. ആ ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് കൊണ്ട് CH2Cl എന്തായി? മൈനസ് ഐ ഇഫക്റ്റിലെ ഗ്രൂപ്പായി. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാർബോക്സിലേറ്റ് ആനിയോണാണ് കൂടുതൽ സ്റ്റേബിൾ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ക്ലോറോ അസറ്റിക് ആസിഡാണ് ഇതിനേക്കാൾ കൂടുതൽ അസറ്റിക് ആസിഡിനേക്കാൾ കേട്ടോ. അപ്പോൾ എഴുതിക്കോ,
ഇങ്ങനെ എഴുതിക്കോ. യെസ്, പിന്നെ ദി ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഓഫ് ക്ലോറിൻ ഡ്യൂ ടു അല്ലേ ദി ഇലക്ട്രോൺ ഡ്യൂ ടു വേണ്ട ദി ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഓഫ് ക്ലോറിൻ ഇതെയോ ദി ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഓഫ് ക്ലോറിൻ increases the stability of the carboxylate anion increases the stability of the carboxylate anion ഇതെയോ carboxylate anion through resonance ഇതെയോ അതിന് കൂടെ തന്നെ ദി പ്ലസ് ഐ ഇഫക്റ്റ് ഓഫ് മീഥൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ബ്രാക്കറ്റ് പ്ലസ് ഐ ഇഫക്റ്റ് ദി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് ബ്രാക്കറ്റ് പ്ലസ് ഐ ഇഫക്റ്റ് ഓഫ് മീഥൈൽ ഗ്രൂപ്പ് ഡീസ്റ്റെബിലൈസ് ദി കാർബോക്സിലേറ്റ് ആനിയോൺ destabilize the carboxylate anion CH3CO minus. Hence chloroacetic acid is more acidic than acetic acid. Okay, chloroacetic acid is more acidic than acetic acid. ഓക്കെ, യെസ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോമ്പൗണ്ട് CH2FCOH, വേറൊരു കോമ്പൗണ്ട് CH2ClCOH, വേറൊരു കോമ്പൗണ്ട് CH2BrCOH, അങ്ങനെ 3 എണ്ണം തന്നിരിക്കുക. ഇനി അയോഡിൻ വേണം വരാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഫ്ലൂറിൻ അല്ലേ കൂടുതൽ ഇലക്ട്രോൺ വിഡ്രോയിങ്, അതുകൊണ്ട് FCH2COH ആണ് കൂടുതൽ അസിഡിക് ഇതിനേക്കാൾ ClCH2COH. ആ ClCH2COH കൂടുതൽ അസിഡിക് ഇതിനേക്കാൾ BrCH2COH. എന്താ റീസൺ പറയേണ്ടത്? ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഓഫ് ഹാലജൻ ഡിക്രീസ് ഇൻ ദി ഓർഡർ. എഴുതിക്കോ റീസൺ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഓഫ് ഹാലജൻ ഡിക്രീസ് ഇൻ ദി ഓർഡർ F greater than Cl greater than Br. എഴുതിയോ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഓഫ് ഹാലജൻ ഡിക്രീസ് ഇൻ ദി ഓർഡർ F greater than Cl greater than Br. എഴുതിയോ? അപ്പോൾ അന്നേരം ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ആ കാർബോക്സിലേറ്റ് ആനയുണ്ട് സ്റ്റെബിലിറ്റി പിന്നെ കുറഞ്ഞുകൊണ്ട് വരും. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് കുറയും തോറും കാർബോക്സിലേറ്റ് ആനയുടെ സ്റ്റെബിലിറ്റി കുറഞ്ഞുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഫ്ലൂറോ അസറ്റിക് ആസിഡാണ് ഫസ്റ്റ്, പിന്നെ ക്ലോറോ അസറ്റിക് ആസിഡ്, പിന്നെ ബ്രോമോ അസറ്റിക് ആസിഡ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട് CH2FCOH, CH2CH2COH അതില്ലേ CH2COH കുറച്ച് ഡെപ്തിലായിട്ട് വരുമ്പം കേട്ടോ CH2COH എഴുതിക്കോ FCH2CH2COH. അടുത്തത് CH3CHClCH2COH. അടുത്തത് CH3CH2CHBrCOH കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലൂറിനാണ്, അവിടെ ക്ലോറിനാണ്, അവിടെ ബ്രോമിനാണ്. പക്ഷേ നിങ്ങൾ നോക്കുക, ഈ ബ്രോമിൻ വന്ന ആസിഡാണ് കൂടുതൽ ആസിഡ് സ്ട്രെങ്ത്. എന്താ കാരണം? അതിൽ ഡിസ്റ്റൻസ് കൂടിയിട്ടില്ലേ, ഫ്ലൂറിൻ കുറേ ദൂരമല്ലേ. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഉള്ള ഹാലജൻ ഇവിടെ ദൂരാണ് അല്ലേ, മനസ്സിലായോ? ഇത് 1, 2, 3ാമത്തെ കാർബണിലാണ്. ഇവിടെ എത്രാമത്തെ കാർബണിൽ? 2ാമത്തെ. ഇവിടെ എത്രാമത്തെ കാർബണിൽ? 1ാമത്തെ. നേരെ ആൽഫ കാർബണിലായി, മനസ്സിലായി? അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഈ വിഡ്രോയിങ് എഫക്റ്റ് മാത്രം നോക്കിയാൽ വിഡ്രോയിങ് എഫക്റ്റ് ഗ്രൂപ്പ് വേണം, പക്ഷേ അതിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്തോറും ആ സ്ട്രെങ്ത് കുറയും കേട്ടോ. അപ്പോൾ അവിടെ എഴുതി എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ഡിക്രീസ് ദി ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ്. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് ബ്രാക്കറ്റിൽ -I ഇഫക്റ്റ് ഡിക്രീസ് ദി ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ്. എഴുതിയോ? ഡിക്രീസ് ദി ഇൻക്രീസ് ഇൻ ഡിസ്റ്റൻസ്. അപ്പോൾ FCH2CH2CH2CH2COH ലെസ് ദാൻ CH3CHClCH2COH ലെസ് ദാൻ CH3CH2CHBrCOH. CH3CH2CHBrCOH. ഓക്കെ, പിന്നെ ഒരു കാര്യം നമുക്കറിയാം, HCOH ഫോമിക് ആസിഡാണ്, ബെൻസീൻ റിംഗ് COH ബെൻസോയിക് ആസിഡാണ്. അപ്പോൾ ബെൻസോയിക് ആസിഡിൽ ബെൻസീൻ റിംഗ് എന്ന് പറഞ്ഞാൽ ഫിനൈൽ ഗ്രൂപ്പാണ്. ഫിനൈൽ ഗ്രൂപ്പ് അല്ലേ COH കണക്ട് ചെയ്തില്ലേ? ആ ഫിനൈൽ ഗ്രൂപ്പ് -I ഇഫക്റ്റാണ്. എന്ത് എഫക്റ്റാണ്? -I ഇഫക്റ്റാണ്. അപ്പോൾ നമുക്ക് വിചാരിക്കുക ബെൻസോയിക് ആസിഡിലെ കൂടുതൽ അസിഡിക്ക് ഫോമിക് ആസിഡിനേക്കാൾ
എന്നാൽ ബെൻസോയിക് ആസിഡ് ലെസ് അസിഡിക് ദാൻ ഫോമിക് ആസിഡ്. എഴുതി എല്ലാവരും. ബെൻസോയിക് ആസിഡ് ലെസ് അസിഡിക് ദാൻ ഫോമിക് ആസിഡ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ബെൻസോയിക് ആസിഡ് ലെസ് അസിഡിക് ദാൻ ബെൻസോയിക് ആസിഡ് ലെസ് അസിഡിക് ദാൻ ഏത്? ഫോമിക് ആസിഡ്. അതായത് HCOOH ആസിഡ് സ്ട്രെങ്ത് ഓഫ് HCOOH ഗ്രേറ്റർ ദാൻ ബെൻസീൻ റിംഗ് COOH. ശരിക്കും ഫിനൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ വലിക്കുമ്പം ആ കാർബണിൽ പ്ലസ് ചാർജ് കൂടും. അപ്പോൾ സ്ട്രെങ്ത് കൂടുക ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ ചോദിച്ചാൽ ഈ ബെൻസീൻ റിങ് CO- ഇല്ലേ, ബെൻസീൻ റിങ് CO-, ഇതിൻ്റെ റെസനൻസ് ഈ ഓക്സിജനും തമ്മിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു എഫക്റ്റ് നടക്കുന്നുണ്ട്. കണ്ടോ? ആ പൈ ഇലക്ട്രോൺ നേരെ അങ്ങോട്ട് പോകുന്നുണ്ടോ, ഈ ഡെൽറ്റ പ്ലസ് ഉള്ള കാർബണിലേക്ക്. അപ്പോൾ ശരിക്കും ഈ ഓക്സിജൻ തമ്മിൽ റെസനൻസ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ കാർബണും ഈ ഓക്സിജൻ തമ്മിൽ റെസനൻസ് നടക്കും. ആ കാർബണും ഓക്സിജൻ തമ്മിൽ റെസനൻസ് ശരിക്കും ഏത് ബെൻസീൻ റിങ്ങിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുപോകുന്നതല്ലേ? മനസ്സിലായോ? അപ്പോൾ ഈ കാർബണും ഓക്സിജനും തമ്മിൽ ഈ റെസനൻസിനേക്കാൾ സ്ട്രോങ് ഏത്? ഓക്സിജനും കാരണം ഇപ്പോൾ ഓക്സിജനിൽ മൈനസ് ചാർജ് രണ്ടിലും കിട്ടുന്നതല്ലേ. ഇതിപ്പോൾ ഇവിടത്തേക്ക് വന്ന് മൈനസ് ചാർജ് ഓക്സിജനിൽ കിട്ടല്. അപ്പോൾ ഇതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതായത് ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് കിട്ടോ. അപ്പോൾ എന്താണ്? അപ്പോൾ നിങ്ങൾ പറയേണ്ടത് എന്തുകൊണ്ടാണ് ബെൻസോയേറ്റ് അയോൺ ബെൻസോയേറ്റ് അയോൺ ലെസ് സ്റ്റേബിൾ ദാൻ ഫോമേറ്റ് അയോൺ. ബെൻസോയേറ്റ് അയോൺ ലെസ് സ്റ്റേബിൾ ദാൻ ഏതാണ്? ഫോമേറ്റ് അയോൺ. എഴുതിയോ? ഫോമേറ്റ് അയോൺ. ഡ്യൂ ടു ഡീലോക്കലൈസേഷൻ ബിറ്റ്വീൻ ബെൻസീൻ റിംഗ് ആൻഡ് C ഡബിൾ ബോണ്ട് ഗ്രൂപ്പ്. ഡ്യൂ ടു ഡീലോക്കലൈസേഷൻ ബിറ്റ്വീൻ ബെൻസീൻ റിംഗ് ആൻഡ് C ഡബിൾ ബോണ്ട് ഗ്രൂപ്പ്. ഡ്യൂ ടു ഡീലോക്കലൈസേഷൻ ബിറ്റ്വീൻ ബെൻസീൻ റിംഗ് ആൻഡ് ഏതാണ്? C ഡബിൾ ബോണ്ട് ഗ്രൂപ്പ്. ബെൻസീൻ റിംഗ് ആൻഡ് C ഡബിൾ ബോണ്ട് ഗ്രൂപ്പ്. ഇനി ഈ ബെൻസോയിക് ആസിഡിൽ ആസിഡ് സ്ട്രെങ്ത്, ബെൻസോയിക് ആസിഡിൻ്റെ ആസിഡ് സ്ട്രെങ്ത് അതിൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ എന്ത് ചെയ്യും? ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വലിക്കുന്ന ഗ്രൂപ്പ് അല്ലേ. ഇലക്ട്രോൺ വലിക്കുമ്പോൾ ഈ കാർബണിൽ ഡെൽറ്റ പ്ലസ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ആസിഡ് സ്ട്രെങ്ത് കൂടും. അപ്പോൾ എഴുതിക്കോ, ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഇൻക്രീസസ് ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ബെൻസോയിക് ആസിഡ്. ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഇൻക്രീസസ് ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ബെൻസോയിക് ആസിഡ്. എഴുതിയോ? ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഇൻക്രീസസ് ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ബെൻസോയിക് ആസിഡ് ആൻഡ് ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഡിക്രീസസ് ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ബെൻസോയിക് ആസിഡ്. എഴുതിയോ? ആക്ടിവേറ്റിംഗ് എഫക്റ്റ് ഡിക്രീസസ് ദി ആസിഡ് സ്ട്രെങ്ത് ഓഫ് ബെൻസോയിക് ആസിഡ്. എഴുതിയില്ലേ? നോക്കൂ, ഞാനിവിടെ ഒരു ബെൻസീൻ റിങ് COOH NO2 എഴുതിയിട്ടുണ്ട്. വേറൊരു ബെൻസീൻ റിങ് COOH എഴുതിയിട്ടുണ്ട്. NO2 ഗ്രൂപ്പിൻ്റെ ഡീആക്ടിവേറ്റിംഗ് എഫക്റ്റ് COOH കൂടുതലാണ്. അപ്പോൾ പാരനൈട്രോ ബെൻസോയിക് ആസിഡാണ് ഈ ടെർത്താലിക് ആസിഡിനേക്കാൾ കൂടുതൽ ആസിഡ് സ്ട്രെങ്ത്. കാരണം NO2 കൂടുതൽ വിത്ഡ്രോയിങ് ആയതുകൊണ്ട്. എന്നാൽ ഇത് രണ്ടും ബെൻസോയിക് ആസിഡിനേക്കാൾ കൂടുതൽ അസിഡിക്കാണ്. എന്നാൽ ആ ബെൻസോയിക് ആസിഡിൻ്റെ ആസിഡ് സ്ട്രെങ്ത് ഒരു മീഥൈൽ ബെൻസോയിക് ആസിഡുമായി താരതമ്യം ചെയ്യുമ്പോൾ ബെൻസോയിക് ആസിഡാണ് കൂടുതൽ അസിഡിക്. ഇതിനേക്കാൾ മീഥൈൽ ബെൻസോയിക് ആസിഡിനേക്കാൾ. കണ്ടില്ലേ? പാരാമീഥൈൽ ബെൻസോയിക് ആസിഡ്. അതിന് കാരണം മീഥൈൽ ഗ്രൂപ്പ് ആക്ടിവേറ്റിംഗ് എഫക്റ്റാണ്. എന്ത് എഫക്റ്റാണ്? ആക്ടിവേറ്റിംഗ് എഫക്റ്റ്. ഓക്കെ. അടുത്ത ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിൽ COOH ഗ്രൂപ്പ് ഉണ്ടല്ലോ. ആ COOH ഗ്രൂപ്പ് എന്താണ്? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. COOH എന്ത് ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. COOH മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ഞാൻ കഴിഞ്ഞ നേരത്തെ ബെൻസാൽഡിഹൈഡിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടില്ല. അത് രണ്ടും ഒരുമിച്ച് പറയാച്ചിട്ട്. അത് രണ്ടും മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആവാനുള്ള കാരണം ശ്രദ്ധിക്കുക. എല്ലാവരും ബെൻസീൻ റിങ് C ഡബിൾ ബോണ്ട് OH വരച്ചേ. ബെൻസീൻ റിങ് സിംഗിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് OH. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് കാട്ടുക. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോവുക. അപ്പോൾ എന്താ കിട്ടുക? പറഞ്ഞേ. യെസ്, ഇവിടെ എന്ത് കിട്ടും? C സിംഗിൾ ബോണ്ട് O- സിംഗിൾ ബോണ്ട് OH. ഇവിടെ പ്ലസ് ഉണ്ടോ? കാർബണിൽ എന്ത് ചാർജ് വന്നു? പ്ലസ്. ആ കാർബൺ ഏത് പൊസിഷനാണ്? ഓർത്തോ പൊസിഷനാണ് അല്ലേ. ഇനി വീണ്ടും ഇതിൽ നിന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് പോയാലോ? എന്താ കിട്ടുക? ഞാൻ പറയുന്ന സമയത്തിന് വരക്കുക. പറയും. ഇവിടെ ഓൾറെഡി എന്താണ്? ഇത് ഡബിൾ ബോണ്ട് ആയിട്ടുണ്ടേ, മറന്നു. ഡബിൾ ബോണ്ട്. അപ്പോൾ C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് O- സിംഗിൾ ബോണ്ട് OH. ഇത് ഡബിൾ ബോണ്ട്, ഇവിടെ പ്ലസ്, ഇവിടെ ഡബിൾ ബോണ്ട്. കണ്ടോ? കിട്ടില്ലേ? ഓക്കെ. ഇനി എന്ത് ചെയ്യും? ഈ പൈ ഇലക്ട്രോൺ നേരെ ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എന്താ കിട്ടുക? യെസ്, ഇവിടെ കിട്ടിയത് സ്ട്രക്ചർ നോക്കിയേ. ഇത് ഡബിൾ ബോണ്ട്, പിന്നെ ഇവിടെ പ്ലസ്, ഡബിൾ ബോണ്ട് C,
ഒ മൈനസ് ഒ എച്ച്. കണ്ടോ എല്ലാവരും? ഈ ഡീലോക്കലൈസേഷനിൽ എവിടെയാണ് പ്ലസ് ചാർജ് വരുന്നത്? ഏത് പൊസിഷനിൽ? ഓർത്തോയിലും പാരയിലും പോസിറ്റീവ് ചാർജ് വരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓർത്തോയിലും പാരയിലും പോസിറ്റീവ് ചാർജ് വരുന്നതാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഇലക്ട്രോഫൈലിന് വരാൻ പറ്റിയ സ്ഥലമേ അല്ല. പിന്നെ ഇലക്ട്രോഫൈലിന് വരാൻ പറ്റിയ സ്ഥലം ഏതാണ്? മെറ്റാപൊസിഷനിലാണ്. പക്ഷേ മെറ്റാപൊസിഷനിൽ തന്നെയാണെങ്കിൽ തന്നെ അത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം മെറ്റാപൊസിഷനിൽ നമ്മൾ നെഗറ്റീവ് ചാർജ് കാണുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇത് അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട്, വളരെ ഈസി അല്ല, ഓർത്തോപാര സബ്സ്റ്റിറ്റ്യൂഷൻ പോലെ ഈസി അല്ല, വളരെ ഡിഫിക്കൽട്ടായിട്ട് മെറ്റാപൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ബെൻസോയിക് ആസിഡും അതുപോലെ ബെൻസാൽഡിഹൈഡും ബെൻസോയിക് ആസിഡും എന്താണ്? മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ബെൻസോയിക് ആസിഡും ബെൻസാൽഡിഹൈഡും. ഞാൻ ബെൻസാൽഡിഹൈഡ് നേരത്തെ വരച്ചിട്ടില്ല. ബെൻസാൽഡിഹൈഡ് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരാം. ബെൻസീൻ റിങ് സി ഡബിൾ ബോണ്ടോ എച്ച്, കണ്ടില്ലേ? ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്ന് ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? പറഞ്ഞേ. യെസ്, ഇത് ഡബിൾ ബോണ്ട് സി, ഒ മൈനസ് എച്ച്, ഇവിടെ പ്ലസ്. കാണുന്നില്ലേ? ഇത് ഒരുമിച്ച് വരക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ കിട്ടുക? ബെൻസീൻ റിങ് പറയൂ. ഡബിൾ ബോണ്ട് സി, ഇവിടെ ഒ മൈനസ്, ഇവിടെ സിംഗിൾ ബോണ്ട് എച്ച്, ഇവിടെ ഡബിൾ ബോണ്ട് എന്താ ചെയ്യുക? ഡബിൾ ബോണ്ട്, ഇവിടെ പ്ലസ് ഡബിൾ ബോണ്ട്. കണ്ടില്ലേ? ഇനി ഈ പൈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എന്ത് കിട്ടും? പറയും. ഇവിടെ ബെൻസീൻ റിങ് വരക്കുക. ഇവിടെ പ്ലസ് ആവും, ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സി, ഒ മൈനസ് എച്ച്. കണ്ടോ? അപ്പോൾ ഈ രണ്ട് കേസിലും എന്താണ്? ഓർത്തോ പാരാപൊസിഷനിൽ പോസിറ്റീവ് ചാർജ് വരുന്നത്. കേട്ടോ? അപ്പോൾ ഏച്ചേ ദി COOH ഗ്രൂപ്പ് ഇൻ ബെൻസോയിക് ആസിഡ് ആൻഡ്, ഞാൻ രണ്ടും ഒരുമിച്ച് എഴുതുന്നു. ദി COOH ഗ്രൂപ്പ് ഇൻ ബെൻസോയിക് ആസിഡ് ആൻഡ് CHO ഗ്രൂപ്പ് ഇൻ ബെൻസാൽഡിഹൈഡ്, CHO ഗ്രൂപ്പ് ഇൻ ബെൻസാൽഡിഹൈഡ് എഴുതിയോ? ആർ മെറ്റാ ഡയറക്റ്റിംഗ്, ഡയറക്റ്റിംഗ് DIRECTING ഡയറക്റ്റിംഗ് എഴുതില്ലേ? മെറ്റാ ഡയറക്റ്റിംഗ് ഇൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, എഴുതിയോ? ഇൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. This is because due to resonance ബ്രാക്കറ്റിൽ മൈനസ് ആർ എന്ന് എഴുതിക്കോ. നമ്മൾ കഴിഞ്ഞാലും പഠിച്ച മൈനസ് ആർ ഇഫക്റ്റ്. ഡ്യൂ ടു റെസണൻസ് ബ്രാക്കറ്റിൽ മൈനസ് ആർ, ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് അക്വയർ പോസിറ്റീവ് ചാർജ്. ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് അക്വയർ പോസിറ്റീവ് ചാർജ്. ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് അക്വയർ പോസിറ്റീവ് ചാർജ്. എഴുതിയോ? ഹെൻസ് മെറ്റാ പൊസിഷൻ ഈസ് എഴുതിയോ? മെറ്റാ പൊസിഷൻ എന്തായിരിക്കും? മെറ്റാ പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു ചാർജ് നെഗറ്റീവ് അങ്ങ് ഇല്ലാതെ അവിടത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഹെൻസ് മെറ്റാ പൊസിഷൻ കമ്പാരിറ്റീവ്ലി ഹെൻസ് മെറ്റാ പൊസിഷൻ ഈസ് കമ്പാരിറ്റീവ്ലി എ ഫേവറബിൾ സൈറ്റ്. എഴുതിയോ? കമ്പാരിറ്റീവ്ലി എ ഫേവറബിൾ സൈറ്റ് ഫോർ ദി ഇലക്ട്രോഫൈൽസ്. കമ്പാരിറ്റീവ്ലി എ ഫേവറബിൾ സൈറ്റ്, SITE ഫോർ ദി ഇലക്ട്രോഫൈൽസ് ടു അറ്റാക്ക്. എഴുതിയോ? ടു അറ്റാക്ക് വിത്ത് ഡിഫിക്കൽട്ടി. ഫേവറബിൾ സൈറ്റ്സ് ഫോർ ദി ഇലക്ട്രോഫൈൽ ടു അറ്റാക്ക് വിത്ത് ഡിഫിക്കൽട്ടി. ഓക്കെ, ആ റെസണൻസ് വരച്ചല്ലോ. നോക്കുക, ഞാൻ ഒന്ന് രണ്ട് റിയാക്ഷൻ എഴുതുന്നുണ്ട്. ബെൻസീൻ റിങ് CHO, ബെൻസാൽഡിഹൈഡ് വരച്ചേ. ബെൻസീൻ റിങ് CHO ബെൻസാൽഡിഹൈഡ്. കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രേഷൻ. അതില്ലേ? കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ്, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രേഷൻ. എഴുതിയോ? ഒന്ന് നോക്കണ്ട. NO2 ഗ്രൂപ്പ് ഏത് പൊസിഷനിൽ വരും? NO2 ഗ്രൂപ്പ് മെറ്റാ പൊസിഷനിൽ വരും കേട്ടോ. NO2 ഗ്രൂപ്പ് മെറ്റാ പൊസിഷനിൽ വരും. അപ്പോൾ ഇവിടെ NO2 വരും. അപ്പോൾ മെറ്റാ നൈട്രോ ബെൻസാൽഡിഹൈഡായി. മെറ്റാ നൈട്രോ ബെൻസാൽഡിഹൈഡ് 1 2 3 4 5 6, അതായത് 3 നൈട്രോ ബെൻസാൽഡിഹൈഡ്. അതേപോലെ തന്നെ ബെൻസീൻ റിങ് COOH എഴുതി എല്ലാവരും. ബെൻസോയിക് ആസിഡ് ഏറോ മാർക്കിൻ്റെ മുകളിൽ, ബെൻസോയിക് ആസിഡ് ഏറോ മാർക്കിൻ്റെ മുകളിൽ പിന്നെ എന്ത് ചെയ്യുക? ഏതാണ്? നൈട്രേഷൻ.
നൈട്രേഷൻ എഴുതുക. അതായത് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. പ്രോഡക്റ്റ് പറഞ്ഞേ, പറയും. ബെൻസീൻ റിങ്, ഇവിടെ എന്താ COOH, ഇവിടെ NO2 കിട്ടിയില്ലേ, NO2. ഓക്കെ. അതായത് മെറ്റാ നൈട്രോ ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ 3 നൈട്രോ ബെൻസോയിക് ആസിഡ് കിട്ടിയോ? ഇനി അതേപോലെ ബെൻസീൻ റിങ് CHO, ബെൻസാൽഡിഹൈഡ്. എയറോമാക്കിനുള്ളിൽ ബ്രോമിനേഷൻ. ഈ ബ്രോമിനേഷൻ കുറച്ചും കൂടെ ഏത് പൊളാരിറ്റിയുള്ള സോൾവെൻ്റായ അസറ്റിക് ആസിഡൊക്കെ വെച്ച് ചെയ്യും ഈ മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആകുമ്പോൾ കേട്ടോ. മറ്റേതാകുമ്പോൾ ഹാലജൻ കാരിയറായ FeCl3 അല്ലെങ്കിൽ FeBr3 ഒക്കെ മതി കേട്ടോ. അപ്പോൾ Br2 ബാർ അസറ്റിക് ആസിഡ്. അപ്പോൾ പ്രോഡക്റ്റ് പറഞ്ഞേ, ബെൻസീൻ റിങ് CHO, ഇവിടെ Br വരും. അപ്പോൾ എന്താ പേര്? മെറ്റാ ബ്രോമോ ബെൻസാൽഡിഹൈഡ്. അതേ റിയാക്ഷൻ ഇവിടെ ചെയ്താലോ, ബെൻസീൻ റിങ് COOH, ബെൻസോയിക് ആസിഡ്. എയറോ മാർക്കിനോട് Br2 ബാർ അസറ്റിക് ആസിഡ്. പറഞ്ഞേ, അസറ്റിക് ആസിഡ് കിട്ടിയില്ലേ? പ്രോഡക്റ്റ് പറഞ്ഞേ. യെസ്, ബെൻസീൻ റിങ് COOH, മെറ്റാ പൊസിഷനിൽ Br കൊടുക്കുക. മെറ്റാ ബ്രോമോ ബെൻസോയിക് ആസിഡ്, മെറ്റാ ബ്രോമോ ബെൻസോയിക് ആസിഡ്. ഇനി ഫിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ നടക്കുന്നിരിക്കുക. ബെൻസീൻ റിങ് CHO, എയറോ മാർക്കിൻ്റെ മുകളിൽ എന്താണ് CH3Cl, എൻഹൈഡ്രസ് AlCl3, എൻഹൈഡ്രസ് AlCl3 ഹീറ്റ് ചെയ്യുക. എല്ലാം ഹീറ്റ് ചെയ്യണേ, എല്ലാറ്റിലും ഹീറ്റ് ചെയ്യണം. കാരണം ഇത് വളരെ റിയാക്ടിവിറ്റി കുറവാണ് മെറ്റാ പൊസിഷനിൽ. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഫിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ അറിയാലോ, ഫിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ നടക്കും. പക്ഷേ ഇവിടെ ഏത് പൊസിഷനിലാണ് വരിക? മെറ്റാ പൊസിഷനിൽ CH3 ഗ്രൂപ്പ് വരും. മനസ്സിലായില്ലേ? മെറ്റാ പൊസിഷനിൽ CH3 വന്നു കഴിഞ്ഞാൽ മെറ്റാ മീഥൈൽ ബെൻസാൽഡിഹൈഡ് കേട്ടോ. മെറ്റാ മീഥൈൽ ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ ഇതിനെ മെറ്റാ ടോൾവാൽഡിഹൈഡ് പറയും. ടോൾവാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ മീഥൈലും CHO ഉള്ള ബെൻസാൽഡിഹൈഡിൻ്റെ പേരാണ് ടോൾവാൽഡിഹൈഡ്. അത് മെറ്റാ പൊസിഷനിലായതുകൊണ്ട് മെറ്റാ ടോൾവാൽഡിഹൈഡ് എന്നൊക്കെ പറയും കേട്ടോ. അത് കോമൺ നെയിമാണ്. മറ്റേ മെറ്റാ മീഥൈൽ ബെൻസാൽഡിഹൈഡ് പഠിച്ചോ. എന്നാൽ അതേ സമയത്ത് ബെൻസോയിക് ആസിഡ് ഫിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ നടക്കുന്നില്ല കേട്ടോ. എന്തുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞിരുന്നില്ല, നമ്മളിപ്പോഴത്തെ ഈ ലെവലിൽ ആവശ്യമില്ല. അപ്പോൾ ബെൻസോയിക് ആസിഡിൽ എന്ത് റിയാക്ഷൻ ഇല്ല? ഫിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ഇല്ല. ഓക്കെ, ബെൻസോയിക് ആസിഡിൽ ഏത് റിയാക്ഷൻ ഇല്ല? ഫിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ഇല്ല. ഓക്കെ.